കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ദേശീയപാതക്കായി അധിക ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ നാളെ തുടങ്ങും. അതിർത്തി നിർണയിച്ച് കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നാളെ മുതൽ നടക്കുക. ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ JO അരുണിന്റെ നേതൃത്വത്തിലാണ് ഏറ്റെടുക്കൽ നടപടികൾ. വാഴയൂർ വില്ലേജിലെ ഭൂമിയിലാണ് ആദ്യം അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുക. സർവേ നടപടികളും വിലനിർണ്ണയവും വേഗത്തിൽ പൂർത്തിയാക്കും. ഈ മാസം 31-നകം 3D വിജ്ഞാപനം പുറത്തിറങ്ങും. ഇതോടെ കണ്ടെത്തിയ ഭൂമി ദേശീയപാത അതോറിറ്റിയുടെ അധീനതയിലാകും. അധികമായി ഏറ്റെടുക്കുന്ന കൈവശങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക കണക്കാക്കി ജനുവരി 31-നകം അപേക്ഷ നൽകും. നടപടികൾ പൂർത്തിയാക്കി 2025 മാർച്ച് 31-നകം നഷ്ടപരിഹാര തുക വിതരണം ചെയ്യാനാണ് തീരുമാനം. വാഴയൂർ, കരുവാരക്കുണ്ട്, കാരക്കുന്ന്, അരീക്കോട്, വാഴക്കാട്, ചെമ്പ്രശ്ശേരി, വെട്ടിക്കാട്ടിരി, ചീക്കോട് എന്നീ വില്ലേജുകളിലാണ് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുക. ഒന്നാം ഘട്ടത്തിൽ ജില്ലയിലെ 15 വില്ലേജുകളിൽ നിന്നായി 238 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തിരുന്നു. ഇതിനു പുറമെയാണ് 11.12 ഹെക്ടർ ഭൂമി അധികമായി ഏറ്റെടുക്കുന്നത്. ചരക്ക് വാഹനങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒതുക്കി നിർത്തി ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ സൗകര്യമൊരുക്കാനും റിംഗ് റോഡ്, അപ്രോച്ച് റോഡ് എന്നിവ നിർമ്മിക്കാനുമാണ് 8 വില്ലേജുകളിൽ നിന്ന് കൂടുതൽ ഭൂമി ഏറ്റെടുക്കുന്നത്. നിലവിൽ 45 മീറ്റർ വീതിയിലാണ് പാത. പുതിയ 8 ഇടങ്ങളിൽ 60 മീറ്റർ വീതിയിലാകും ദേശീയപാതയുടെ നിർമ്മാണം. കാരക്കുന്ന് വില്ലേജിൽ 9 സെന്റ് ഭൂമി മാത്രമാണ് അധികമായി ഏറ്റെടുക്കുക. ചെമ്പ്രശ്ശേരി 485, അരീക്കോട് 363, വാഴക്കാട് 168, ചീക്കോട് 363, വെട്ടിക്കാട്ടിരി 26, കരുവാരക്കുണ്ട് 478, വാഴയൂർ 397 എന്നിങ്ങനെയാണ് ഓരോ വില്ലേജിൽ നിന്നും അധികമായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ സെന്റിലുള്ള അളവ്. അധിക ഭൂമി ഏറ്റെടുക്കുമ്പോൾ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിനായി കഴിഞ്ഞ മാസം 29-ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും സാധിച്ചില്ല. നാളെ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം എത്തുമ്പോൾ കാര്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലെന്നാണ് വിവരം. 3635 കൈവശങ്ങളാണ് ഇതുവരെ ഏറ്റെടുത്തത്. ഇവർക്ക് നഷ്ടപരിഹാര ഇനത്തിൽ 1860 കോടി രൂപ വിതരണം ചെയ്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.